2025 ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ടും പബ്ലിഷ് ചെയ്തു. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ട്. 70,000 മുകളിൽ കാൻഡിഡേറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഇലക്ഷൻ ആയിരുന്നു. അതിൽ ഹാഫ് ഓഫ് ദ കൗണ്ട് എന്ന് പറഞ്ഞ വുമൻസ് ആയിരുന്നു. അതിൽ 1000-ഓളം യുവതലമുറയ്ക്ക് ഓപ്പർച്യൂണിറ്റി ലഭിക്കുകയുണ്ടായി. ഒരു കംപ്ലീറ്റ് വുമൻ എംപവർമെന്റ് യങ്സ്റ്റേഴ്സിന് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു ഈ ഇലക്ഷൻ അവർക്ക് എല്ലാവർക്കും സമ്മാനിച്ചത് തന്നെ. അതിൽ 2 കാറ്റഗറി ആൾക്കാരുണ്ട്. ഒന്ന് ജയിച്ച ഒരു കൂട്ടരുണ്ടാവും, 2 തോറ്റുപോയ ഒരു കൂട്ടരുണ്ടാവും. ജയിച്ച കൂട്ടർക്ക് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. തോറ്റുപോയിട്ടുള്ള വ്യക്തികൾക്ക് എനിക്ക് ഒരു വ്യക്തിയുടെ പേര് മാത്രമേ എനിക്ക് നിങ്ങളുടെ പറയാനുള്ളൂ. നിങ്ങളെ ഇൻസ്പയർ ചെയ്യാനും നിങ്ങൾക്ക് അഡ്മയർ ചെയ്യാനും ആ പേര് തന്നെ ധാരാളം. 1806 ഒരു കർഷകന്റെ മകനായിട്ട് ജനിച്ച് ഒരുപാടധികം പ്രയാസങ്ങളും പരാജയങ്ങളും കണ്ടു വളർന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം തുടങ്ങിയ ബിസിനസ് തകർന്നു പോയപ്പോഴും 2 മേജർ ഇലക്ഷനിൽ പരാജയപ്പെട്ടപ്പോഴും ഇതിനും പറയുന്നു തന്റെ 2 കുട്ടികൾ മരണപ്പെട്ടു പോയ സിറ്റുവേഷനിലും തന്റെ ഭാര്യ നേരിടേണ്ടി വന്നിട്ടുള്ള മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് അതിജീവിച്ച് അവർക്കൊരു സപ്പോർട്ടായി. അതെല്ലാം കണ്ട് ഒന്നും പതറിപ്പോവാതെ 1860 അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ചുമതല ഏറ്റുവാങ്ങിയ എബ്രഹാം ലിങ്കനാണ് എനിക്കും നിങ്ങൾക്കുള്ള ഏക ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു പെയിനും ഈ ഒരു ഡിസ്ട്രാക്ഷനും ഒന്നുമല്ല നിങ്ങളെ ഡിഫൈൻ ചെയ്യേണ്ടത്. നിങ്ങളെ ഡിഫൈൻ ചെയ്യേണ്ടത് നിങ്ങളുടെ സെൽഫ് ബിലീഫ് തന്നെയാണ്. ഇലക്ഷന്റെ റിസൾട്ട് എന്താവുമെന്ന് ചിന്തിക്കാതെ നിങ്ങളുടെ സെൽഫ് ബിലീഫിലൂടെ കടന്നു വന്നിട്ടുള്ള ആ പോയിന്റ് ആണ് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്.